അവരമ്മയും മോനും തമ്മിലുള്ള മത്സരത്തില് ബലിയാടാവുകയല്ലേ അച്ഛൻ നമ്മള്. പിന്നെ അമ്മയെ വെറുപ്പിക്കാനായിട്ടായാലും സാറിന് എന്നോടും നമ്മുടെ കുടുംബത്തോടും സ്നേഹമുണ്ടല്ലോ. ഒറ്റയടിക്ക് അത് തള്ളിക്കളയാനും പറ്റില്ല. മോള് സൂക്ഷിക്കണം. അച്ഛൻ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ ചെന്ന് പറയല്ലേ, അവര് പേടിക്കും. കാവല് നിൽക്കുന്നത് സൂര്യസാറിന്റെ വീട്ടിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മോളെ. പറയണ്ട. സമ്മാനങ്ങളൊക്കെ കാണുമ്പോ എവിടെ നിന്ന് കിട്ടിയതാണെന്ന് അവര് ചോദിക്കും. വിശ്വസിക്കാൻ പാകത്തില് എന്തെങ്കിലും ഒരു കഥ പറഞ്ഞാ മതി. ഹലോ ആരതി. നന്ദിനി, നാളെ അയാൾക്ക് പലിശ കൊടുക്കാൻ പോവേണ്ടേ? ഇന്ന് തന്നെ കൊടുത്തേക്കാന്ന് പറഞ്ഞതല്ലേ, ഇന്ന് കൊടുക്കുന്നുണ്ടോ നീ? ഇന്ന് തന്നെ കൊടുത്തേക്കാം. അത് വെച്ച് താമസിപ്പിക്കണ്ട. ഞാനൊന്ന് വീട് വരെ പോവാ. ആരതി ഇറങ്ങിക്കോ. നമ്മളന്ന് പണം വാങ്ങിച്ച സ്ഥലത്ത് തന്നെയല്ലേ പോകേണ്ടത്? അയ്യോ, അവിടില്ല. നമ്മളിന്ന് പണം വാങ്ങിച്ചത് ഒരു ഏജന്റിന്റെ കയ്യിൽ നിന്നാ. അയാളുടെ കാശുകാരൻ മുതലാളി വേറെ ആളാ. പലിശ കൊടുക്കാൻ നമ്മൾ അവിടെയാ പോവേണ്ടത്. അതെവിടെയാ? നീ എന്തായാലും വീട്ടിൽ പോയിട്ട് വാ. വരുന്ന വഴിക്ക് എന്നെ വിളിച്ചാ മതി, ഞാൻ പറഞ്ഞുതരാം. ശരി. അന്ന് പലിശയ്ക്ക് വാങ്ങിച്ച ആൾക്ക് പലിശ കൊടുക്കേണ്ട തീയതിയെന്ന് അതാ പറഞ്ഞേ. ഇവിടെ മോള് വലിയ കടക്കാരിയായല്ലേ. എവിടെയായാലും നമുക്ക് എന്ത് വ്യത്യാസം അച്ഛാ? കുത്തി ഒലിക്കുന്ന വെള്ളത്തില് എതിരെ നീന്തുന്ന കുറേ മനുഷ്യര്. അതന്നെ. അതിപ്പോ നാട്ടിലായാലും സിറ്റിയിലായാലും നമുക്കതേ വിധിച്ചിട്ടുള്ളൂ.